ഇനിയും ഞാനത് പറയാതിരുന്ന താൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഈശ്വരൻ നിന്നെയാവും. തന്നെ മനസ്സിലാക്കാനും തന്റെ ഇഷ്ടത്തെ തിരിച്ചറിയാനും ഞാൻ ഒരുപാട് വൈകിപ്പോയി. എന്നെ വേണ്ടാത്ത മറ്റൊരാളെ കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കയ്യെത്തും ദൂരത്തുള്ള ആളെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. തനിക്കറിയോ, ശരിക്കും ഒരു തീരുമാനം എടുക്കാനാവാതെ എത്രയോ രാത്രികൾ ഞാൻ തള്ളി നീക്കിയിട്ടുണ്ടെന്ന്. ഒരു വഴിയിൽ സഞ്ചരിച്ചിരുന്ന ഞാൻ എങ്ങോട്ടെന്നറിയാതെ പകച്ചു നിന്നിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ ഇപ്പോ ശരിക്കും ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടാ തന്റെ മുമ്പിൽ നിൽക്കുന്നേ. നമ്മുടെ ഈ ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞതും കേട്ടതും കണ്ടതും അറിഞ്ഞതും ഒക്കെ നമുക്ക് സൗകര്യപൂർവ്വം അങ്ങ് മറക്കാം. എന്നിട്ട് ഇന്നു മുതൽ അർച്ചനയ്ക്കും സച്ചിക്കും പുതിയൊരു ജീവിതം തുടങ്ങാം. എന്താ, തനിക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? എതിർപ്പോ? എന്താ സച്ചേട്ടൻ പറയുന്നത്? സച്ചേട്ടനിൽ നിന്ന് ഇത് കേൾക്കാൻ എത്ര നാളായിട്ട് ഞാൻ കൊതിക്കുന്നതാ. പക്ഷെ അതിത്ര വേഗം നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോ ഇന്നു മുതൽ മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രമല്ല, ഈ 4 ചുവരുകൾക്കുള്ളിലും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. നമ്മൾ പിരിയുകയല്ല, ഒരുമിക്കുകയാണ്. ഇനി ഞാനും താനുമില്ല, നമ്മളേ ഉള്ളൂ. സച്ചിദാനന്ദനും അർച്ചന സച്ചിദാനന്ദനും.